അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. അറബിക് ലേണിംഗ് ക്ലാസ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സാണിന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. സെക്കൻഡ് പേഴ്സൺ സർവനാമം അഥവാ മധ്യമപുരുഷ സർവനാമങ്ങൾ 6 കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന. അത് ഇന്നത്തെ ചാർട്ടിൻ്റെ മുകളിൽ നാം അത് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇത് നാമത്തോടും ക്രിയകളോടും അവ്യയത്തോടും ഒക്കെ ചേർന്ന് വരും. ആ രൂപങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഈ ഇന്നത്തെ പഠിക്കുന്ന ക്ലാസ്സിൽ പറയുന്ന ഈ വേർഡുകൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി അവ്യയങ്ങൾ 7 നമ്മൾ പഠിച്ചിരുന്നു. അതിനോട് ഈ സർവനാമങ്ങൾ ചേർന്ന് വരുന്നതിൻ്റെ രൂപമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് അൻ എന്നുള്ള അവ്യയം പ്രിപ്പോസിഷൻസ് നമ്മൾ പഠിച്ചതാണ്. അതിനോട് നമ്മൾ പഠിച്ചിട്ടുള്ള സെക്കൻഡ് പേഴ്സൺ സർവനാമമായ അന്ത ചേർന്ന് വരുമ്പോൾ അന്തക്ക് പകരം ജോയിനിങ് ഫോം നമ്മൾ പഠിച്ചതാണ് ക എന്നാണ്. അപ്പോൾ അൻക എന്നായി മാറും അത്. അപ്പോൾ അൻക കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അൻ എന്നുള്ളത് ഒരു അവ്യയം പ്രിപ്പോസിഷനും ക എന്നുള്ളത് ഒരു സർവനാമവുമാണ് എന്ന് മനസ്സിലാക്കണം. ഖുർആനിലെ 94-ാം അധ്യായം ഷറഹിലെ 2ാമത്തെ വചനമായിട്ട് വരുന്നുണ്ട്. വവളഅനാ അൻക വിസ്റക്. പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്ത് ഷറഹിൽ പറയുകയാണ്, നിനക്ക് ഭാരമായിരുന്ന പ്രബോധന രംഗത്തെ പ്രയാസങ്ങൾ നാം നിന്നിൽ നിന്നും ഇറക്കി വെച്ചു. അൻക നിന്നിൽ നിന്നും, നിന്നെ തൊട്ട്, നിന്നെ സംബന്ധിച്ച് എന്നൊക്കെ. രണ്ടാമത്തത് അല പ്ലസ് അന്തി. അന്തി എന്നുള്ളതിന് കി എന്നാണ് ജോയിനിങ് ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അലൈക്കി എന്നായി മാറും അത്. 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 25-ാം വചനത്തിൽ മറിയം ബീബി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈസാ നബി അലൈഹി സ്വലാമിനെ ഗർഭം ധരിച്ചപ്പോൾ, ജന്മം നൽകിയപ്പോൾ അവരൊരു ഈത്തപ്പനയുടെ ചോട്ടിലായിരുന്നു. ഈത്തപ്പനെ പിടിച്ചു കുലുക്കാൻ വേണ്ടി പറഞ്ഞു. വഹുസ്സി ഇലൈകി ബിജിസ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയ. വഹുസ്സി, നീ പിടിച്ചു കുലുക്കണം, ഇലൈക്കി, നിന്നിലേക്ക്. അവിടെ ഇലൈക്കി എന്നുള്ളത് നമ്മളുടെ ഇതിൽപ്പെട്ട ഇല പ്ലസ് അന്തി എന്നാണ് ഇലൈക്കി. അങ്ങനെ നീ പിടിച്ചു കുലുക്കിയാൽ തുസാഖിത്ത് അലൈക്കി, നിൻ്റെ മേൽ വർഷിക്കും, വീഴും. റുതബൻ ജനിയ, പറിച്ചെടുക്കപ്പെട്ട പുതിയ ഈത്തപ്പഴം നിനക്ക് ലഭിക്കുമെന്നാണ്. അപ്പോൾ അലൈക്കി വന്നു അവിടെ. മൂന്നാമത്തത് ലി ഫോർ, അതിന് ല എന്നും പ്രയോഗമുണ്ട്. പ്ലസ് അന്തുമ വരുമ്പോൾ അന്തുമൻ്റെ ജോയിനിങ് ഫോം കുമ എന്നാണ്. അപ്പം ലഖുമ എന്നായി മാറും. ലഖുമ എന്ന് പറഞ്ഞാൽ ല എന്നുള്ളത് ഒരു പ്രിപ്പോസിഷനാണ്, കുമ എന്നുള്ളത് ഒരു സർവനാമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലെ 7-ാം അധ്യായം ആറാഫിലെ 22-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇന്ന ശൈത്വാന ലകും അദുവ്വും മുബീൻ. തീർച്ചയായിട്ടും പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്ന് ആദം നബിയോടും ഹവ്വാ ബിബിയോടും അവരെ സ്വർഗത്തിൽ വെച്ച് അവർ വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ അള്ള ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നുവോ പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ലക്കുമ, ആദമിനോടും ഹവ്വായോടുമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടുപേരോടും. 4ാമത്തെ ഉദാഹരണം ബി പ്ലസ് അന്തും. അന്തും എന്നുള്ളതിൻ്റെ ജോയിനിങ് ഫോം കും എന്നാണ്. രണ്ടും കൂടി ജോയിൻ്റ് ആകുമ്പോൾ ബിക്കും, നിങ്ങളെ കൊണ്ട്, നിങ്ങളോട്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളോട് റഹീമ, കാരുണ്യമുള്ളവനാകുന്നു. ബി പ്ലസ് കും, നിങ്ങളോട്. 4-ാം അധ്യായം നിസായിലെ 29-ാം വചനം. 6 മിൻ പ്ലസ് അന്തുന്ന. മിൻ പ്ലസ് അന്തുന്നക്ക് പകരം കുന്ന എന്നാണ്. മിൻ കുന്ന, നിങ്ങളിൽപ്പെട്ട. വമൻ യഖ്നത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി. 33-ാം അധ്യായം അഹ്സാബിലെ 31-ാം വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരോട് പറയുകയാണ്, വമൻ യഖ്നത്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ആര് ജീവിക്കുകയാണോ, മിൻ കുന്ന, നിങ്ങളിൽപ്പെട്ട, നിങ്ങളിൽ നിന്ന്, ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും റസൂലിനും, അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പറയുന്നത്. 6 ഇല പ്ലസ് അന്തും. അന്തും എന്നുള്ളതിന് കും എന്നാണ് ജോയിനിങ് ഫോം. ഇലയിക്കും, നിങ്ങളിലേക്ക്. ഇല എന്ന് പറഞ്ഞാൽ ടു എന്നാണ്.
36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 16-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. ഒരു ഗ്രാമത്തിലേക്ക് പ്രബോധകന്മാരെ അയച്ചു, 2 പേരെ. പിന്നെ മൂന്നാമതൊരാളെ അയച്ചു. അവരെല്ലാം ആ ഗ്രാമക്കാർ നിഷേധിച്ച് തള്ളിയപ്പോൾ അവർ പറയാണ്, ഖാലു അവർ പറയുന്നു, റബ്ബുനാ യഅലം, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, ഇന്നാ തീർച്ചയായിട്ടും ഞങ്ങൾ ഇലൈക്കും നിങ്ങളിലേക്ക്, ഇലാ പ്ലസ് ഖും ലമുർസലുൻ ദൂതന്മാരാണ് എന്നുള്ള കാര്യം അള്ളാഹുവിന് അറിയാം, ഞങ്ങൾ കള്ളം പറയുകയല്ല എന്നുള്ള. ഇലൈക്കും 7 ഫീ പ്ലസ് അന്തും, അന്തും എന്നുള്ളതിൻ്റെ ജോയിനിങ് ഫോം കും എന്നാണ്. ഫീക്കും നിങ്ങളിൽ. വഅലമൂ അന്ന ഫീക്കും റസൂലുള്ളാഹ്, വഅലമൂ നിങ്ങൾ അറിയുക, അന്ന ഫീക്കും തീർച്ചയായിട്ടും നിങ്ങളിലുണ്ട്, റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ ദൂതൻ നിങ്ങളിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ഫീ പ്ലസ് കും എന്നാണ് ഫീക്കും എന്നുള്ളത്. ഇനി ഒരു നാമത്തോടും ക്രിയകളോടും ഇതെങ്ങനെ ചേർന്ന് വന്നു? റബ്ബ് എന്നുള്ളൊരു നാമമാണ്. ആ നാമത്തോട് അന്ത എന്ന് ചേർന്നപ്പോൾ റബ്ബ് പ്ലസ് അന്ത, അന്തൻ്റെ ജോയിനിങ് ഫോം കായാണ്, ക എന്നായി മാറി. റബ്ബുക, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. 2-ാം അധ്യായം ബഖറയിലെ 30-ാം വചനം. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, നിൻ്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. റബ്ബുക നിൻ്റെ രക്ഷിതാവ്. അപ്പോൾ അതൊരു നാമത്തോടാണ് ഇത് ഇവിടെ ചേർന്ന് വന്നത്, ക എന്നുള്ള സർവനാമം. 9-ാമത്തേൽ ഒരു വെർബിനോടാണ്, ഇത്തബ പിൻപറ്റി, അതൊരു വെർബാണ്. അതിനോട് അന്തുമ എന്ന് വന്നു. അന്തുമ എന്ന് പറഞ്ഞാൽ കുമ, ഇത്തബഅകുമ നിങ്ങളെ പിൻപറ്റിയവർ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരായത്ത് തന്നെയാണ്. അന്തുമ വമനിത്തബഅകുമ അൽ ഗാലിബൂൻ, മുസാ നബിയോടും ഹാറൂൻ നബിയോടും പറയുന്നതായിട്ട് സൂറത്ത് ഖസസിലെ 35-ാം വചനം. നിന്നെ നിൻ്റെ പിൻപറ്റിയവരുമായിരിക്കും ഏറ്റവും അൽ ഗാലിബൂൻ വിജയികളായ ആളുകൾ എന്ന്. അപ്പോൾ ഈ സെക്കൻഡ് പേഴ്സൺ സർവനാമമായ അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അതിന് ജോയിനിങ് ഫോമായ ക, കുമാക്കും, കി, കുമാക്കുന്ന, ഇത് നാമത്തിനോടും ക്രിയകളോടും സർവനാമങ്ങൾ പ്രിപ്പോഷൻസിനോടും അവ്യയങ്ങളോടും ചേർന്ന് വന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാറ്റിൻ്റെയും ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം മിൻ എന്നുള്ള, ഫ്രം എന്നുള്ള ഒരു അവ്യയത്തോട്, പ്രിപ്പോഷനോട് ഈ 5 എണ്ണവും ചേർന്ന് വരും. അന്തുമ എന്നുള്ളത് മെയിലിനും ഫീമെയിലിനും ആയതുകൊണ്ട് ഒന്നായി കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ 5 സർവ്വനാമങ്ങളും ചേർന്നിട്ട് ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 5 എണ്ണം പഠിക്കണം. താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈൻ വരച്ച് താഴെ കൊടുക്കുന്നത്. മിൻ എന്നുള്ളതിനോട് ഈ 5 സർവ്വനാമങ്ങൾ ചേരുമ്പോൾ എങ്ങനെയായിരിക്കും? മിൻ പ്ലസ് അന്ത മീൻസ് മിൻക, മിൻ പ്ലസ് അന്തുമ മിൻകുമ, മിൻ പ്ലസ് അന്തും മിൻകും, മിൻ പ്ലസ് അന്തി മിൻകി, മിൻ പ്ലസ് അന്തുന്ന മിൻകുന്ന. ഈ 5 ഉദാഹരണങ്ങളും ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇത് ഒരു പ്രിപ്പോസിഷനും ഒരു പ്രോണൗൺ സർവനാമം, സെക്കൻഡ് പേഴ്സൺ സർവനാമവും കൂടി ചേർന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഖുർആനിലെ കുറേ പദങ്ങളുടെ അർത്ഥം നമുക്ക് ഇത് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇലയോട് ഈ 5 സർവനാമങ്ങൾ ചേരുമ്പോൾ 5 ഫോം ഉണ്ടാവും. ഇല പ്ലസ് അന്ത ഇലയിക്ക, ഇല പ്ലസ് അന്തുമ ഇലൈക്കുമ, ഇല പ്ലസ് അന്തും ഇലൈക്കും, ഇല പ്ലസ് അന്തി ഇലൈക്കി, ഇല പ്ലസ് അന്തുന്ന ഇലൈക്കുന്ന. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. ഇലൈക്ക എന്ന് പറഞ്ഞാൽ എന്നിലേക്ക്, ഇലൈക്കുമ നിങ്ങൾ 2 പേരിലേക്ക്, ഇലൈക്കു നിങ്ങളിലേക്ക് മെയിലാണ്, ഇലൈക്ക് നിന്നിലേക്ക് ഫീമെയിലാണ്, ഇലൈക്കുന്ന നിങ്ങളിലേക്ക് ഫീമെയിലാണ്. അതേമാതിരി എല്ലാം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഫീ പ്ലസ് അന്ത ഫീക്ക, ഫീക്കുമ ഫീക്കും, ഫീക്ക് ഫീക്കുന്ന 5 എണ്ണം. ഫീക്ക നിന്നിൽ, നിങ്ങൾ 2 പേരിൽ, നിങ്ങളിൽ മെയില്, ഫീക്കി നിന്നിൽ ഫീമെയിൽ, ഫീക്കുന്ന നിങ്ങളിൽ ഫീമെയിൽ. അല മേൽ, അല പ്ലസ് അന്ത അലൈക്ക, അലൈക്കുമാ അലൈക്കും, അലൈക്കി അലൈക്കുന്ന. നിൻ്റെ മേൽ, നിങ്ങൾ 2 പേരുടെ മേൽ, നിങ്ങളുടെ മേൽ, നിൻ്റെ മേൽ ഫീമെയിൽ, നിങ്ങളുടെ മേൽ ഫീമെയിൽ. അൻ പ്ലസ് അന്ത അൻക, അൻകുമാ അൻകും, അൻകി അൻകുന്ന. ലീ അല്ലെങ്കിൽ ലാ, സാധാരണ ഖുർആനിൽ ലായും ഉപയോഗിക്കുന്നുണ്ട്, ക്ക് എന്ന് എന്നുള്ളതിന് കേട്ടോ. ലക്ക ലക്കുമാ ലക്കും, ലക്കി ലക്കുന്ന. അപ്പോൾ ലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക്, ലക്കുമാ നിങ്ങൾ 2 പേർക്കും, ലക്കും നിങ്ങൾക്കെല്ലാവർക്കും. ലക്കി ഫീമെയിൽ നിനക്ക്, ലക്കുന്ന നിങ്ങൾക്ക് ഫീമെയിൽ പ്ലൂറൽ. ബി കൊണ്ട്, ബിക്ക ബിക്കുമാ ബിക്കും, ബിക്കി ബിക്കുന്ന. ബിക്ക നിന്നെ കൊണ്ട്, ബിക്കുമാ നിങ്ങൾ 2 പേരെ കൊണ്ട്, ബിക്കു നിങ്ങളെ കൊണ്ട് മെയിൽ, ബിക്കി നിന്നെ കൊണ്ട് ഫീമെയിൽ, ബിക്കുന്ന നിങ്ങളെ കൊണ്ട്
ഫീമെയിൽ പ്ലൂറൽ. അപ്പോൾ ഈ 7 പ്രിപ്പോസിഷൻസിനോട് 5 സർവനാമങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകൾ 7 5 35 വാക്കുകളോട് കൊടുത്തിട്ടുണ്ട്. ഈ 35 വാക്കുകൾ പഠിക്കുമ്പോൾ ഖുർആനിൽ 35 വേർഡ്സ്, ഇത് ഒരു സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ വേർഡുകൾ, അതേ ഇത് നേരത്തെ ഞാൻ വിവരിച്ച തേർഡ് പേഴ്സൺ സർവനാമത്തിലും അങ്ങനെ വരുന്നുണ്ട്. 35 വേർഡ് അവിടെയും പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിക്കുമ്പോൾ ഖുർആനിൽ കുറേ വേർഡ്സ് നമ്മുടെ പരിചയമുള്ള വേർഡ്സായി മാറും. അങ്ങനെ ഖുർആൻ പഠനം നമുക്ക് വളരെ എളുപ്പമായി തീരും. അതിന് ഈ വ്യാകരണ പഠനം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.